സന്ദീപ് വാര്യർ പോയിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? മാത്രമല്ല ചില കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട്, കൗൺസിലർമാരൊക്കെ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന്. കഥയും തിരക്കഥയും എല്ലാം കഴിഞ്ഞല്ലോ. തിരക്കഥ നേരത്തെ രചിച്ച് അതനുസരിച്ച് അഭിനയിച്ച ആള് പോയല്ലോ. ഇനി ഒരാളും പോയില്ല. ഇനി പാലക്കാട് നഗരത്തിലെ BJP കൗൺസിലർമാരുടെ സംഘടനാ ബന്ധത്തെ സംബന്ധിച്ച് അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളെല്ലാം RSSന്റെ ശാഖയിലൂടെ വന്ന ആളുകളാണ്. ഞങ്ങളാരും ഈ RSSന്റെ ശാഖയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവാമെന്ന് പ്രതീക്ഷിച്ച് പോയ ആളുകളല്ല. ഒരു നഗരസഭാ കൗൺസിലർ പോലും ഞങ്ങളാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഏതെങ്കിലും സ്ഥാനങ്ങളിലെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ സംഘടനയുടെ ആശയവും ആദർശവും കണ്ടുപോയ ആളുകളാണ്. അപ്പോൾ കസേര കണ്ട് ഇതിൽ വന്ന ആളുകൾ കസേര കിട്ടാത്തപ്പോൾ പോവും. കസേരകൾ പോയ സ്ഥലത്ത് കസേര ഉറപ്പിച്ചോട്ടെ, അതാണ് നല്ലത്. ഈ സന്ദീപ് വാര്യർ സഹോദരനാണ്, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരിത് വന്നിരുന്നു. അദ്ദേഹം പോയത് ഒരു നഷ്ടം തന്നെയാണോ? ഏത് കുടുംബത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ചൊല്ലിക്കോട്, തല്ലിക്കോട്, തള്ളിക്കോട്. തള്ളിക്കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? തള്ളിക്കൊടുക്കുകയല്ലേ വഴിയുള്ളൂ. സ്വയം വഴി തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളല്ലല്ലോ വഴി കൊടുത്തത്, സ്വയം വഴി തിരഞ്ഞെടുത്തു. ആ വഴിയാൽ അദ്ദേഹം പോട്ടെ. അതാണ് അദ്ദേഹത്തിന് യോജിച്ച പാതയെങ്കിൽ അദ്ദേഹം ആ വഴിയിലൂടെ യാത്ര ചെയ്യട്ടെ. കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കും. പോയതിനേക്കാൾ കൂടുതൽ സ്പീഡിലേക്ക് മാതൃസംഘടനയിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും. അദ്ദേഹം ഇനി മടങ്ങി വന്നാൽ സ്വീകരിക്കുന്ന ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ രീതി, ഞങ്ങൾക്ക് ആരും സ്ഥിരമായിട്ടുള്ള എതിരാളികളല്ല, ശത്രുക്കളല്ല. ഞങ്ങളുടെ ആശയവും ആദർശവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണമെങ്കിൽ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. പ്രചാരണ രംഗത്തേക്ക് അദ്ദേഹം മടങ്ങി വരണമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷെ വന്നത് UDF വേണ്ടിയിട്ടാണ്. നല്ലത്. UDF എന്തെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ അത് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ചികിത്സ കുതിരവട്ടത്ത് വേണം പറഞ്ഞ ആൾ രാഹുൽ ഗാന്ധിയുടെ അനുയായി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ജനം കാണുന്നതാണല്ലോ. പാണക്കാട്ടേക്കാണ് ഇന്ന് അദ്ദേഹം പോയിരിക്കുന്നത്. പാണക്കാട്ട് പോയി കണ്ട് നല്ലതാണ്. എല്ലാവിടെയും പോയി അനുഗ്രഹം വാങ്ങട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ സൗഖ്യങ്ങളും ലഭിക്കട്ടെ.